എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇന്ന് ഒത്തുകൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഒത്തുകൂടലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തറവാട്ടിൽ തന്നെയുള്ളത്, ബാക്കിയുള്ള ഇളയറ്റുങ്ങളും മൂത്തൈറ്റുങ്ങളും എല്ലാവരും വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും രാവിലത്തെ ചായക്ക് എൻ്റെ പുരയിലാണ് വന്നത്. ഞാൻ തറവാട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാവരും ഉണ്ടല്ലോ, അപ്പം നെയ്പ്പത്തിലും കറിയും ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ ഓൾറെഡി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അന്നേരം ഇവർ വന്നത്. അപ്പം ഞാനിതാ പെട്ടെന്ന് ഉള്ളി, തക്കാളി, പച്ചമുളക് സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചിക്കനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം വാട്ടി അതിലേക്കുള്ള മസാലയെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി. മുട്ട റോസ്റ്റൊന്നും ആക്കുന്നില്ല, മുട്ട കറി ആക്കുന്ന. കാരണം കുട്ടികളെല്ലാം ഉള്ളത് കൊണ്ട് റോസ്റ്റാക്കി എത്തൂല. അപ്പോൾ അതിലേക്ക് ഇതാ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് നല്ലോണം തെളിച്ച് വന്നേരം അതിലേക്ക് 5-6 മുട്ട പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അരി അരച്ചിട്ട് നെയ്പ്പത്തിലും ചുടാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്പ്പത്തിലിന് ചട്ടി വെച്ച് കൊടുത്ത്, വലിയ ചട്ടി തന്നെ വെച്ച് കൊടുത്ത. കാരണം 4-5 ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് സുഖമല്ലേ. അപ്പോൾ അതാ മുട്ട പുഴുങ്ങി അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അരി അരച്ച് നല്ലോണം ആറ്റിയെടുത്തിട്ട് 5-6 പരത്തി വെച്ചെന്ന് വെച്ചാൽ ഒന്നിച്ചിട്ട് ചുട്ടെടുക്കേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് സമയവും ലാഭിക്കാം, എണ്ണയും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ആദ്യമുള്ള നെയ്പ്പത്തിലിന് വലിയൊരു ഇതില്ല, നന്നായിക്കില്ല. പിന്നെ ചുടുന്ന നെയ്പ്പത്തിലും ഓക്കെ നല്ലോണം റെഡി ആയിക്ക്. അപ്പോൾ ഇതാ നെയ്പ്പത്തിലെല്ലാം ചുട്ട് ചായയെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ മേലേക്ക് പോകണം. മേലെ ചോറെല്ലാം ഉണ്ടാക്കണം, പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ചായയെല്ലാം കുടിച്ച് കുട്ടികൾക്കെല്ലാം ചായയെല്ലാം കൊടുത്ത് നമ്മൾ ചായയെല്ലാം കുടിച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചോറിൻ്റെ പണിയല്ല ഏകദേശം എനിക്ക് എൻ്റെ ഏട്ടത്തി ഉള്ളതുകൊണ്ട് ഓള് പെട്ടെന്ന് ചോറാക്കുകയും ചോറ് വിളമ്പുകയെല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ മാസത്തിലൊരു ദിവസം എന്തായാലും അവിടെ എങ്ങനെയെങ്കിലും എല്ലാവരും അവിടെ വന്ന് കൂടും. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ചോറുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാനായില്ല. കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം അവിടെ ചോറെല്ലാം ആയിക്ക്. ചോറ് അങ്ങനെ ദമ്മിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഓൾ ദമ്മ് പൊട്ടിച്ചിട്ട് ഓളെന്നെ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം ഇട്ട് റെഡി ആയി കൊടുക്കും. തൈരെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ഓളെന്നെയാണ് വിളമ്പുന്നത്. അങ്ങനെ കുട്ടികൾക്കെല്ലാം ചോറ് കൊടുത്ത് പിന്നെ നമുക്കിനി വയലിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. എന്തെങ്കിലും ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോറെല്ലാം തിന്നിട്ട് വയലിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കലും കേക്ക് മുറിയെല്ലാം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 10ാം ക്ലാസ്സോ +2 എല്ലാം പാസ്സായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും ചോറെല്ലാം തിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വയലിലേക്ക് പോന്ന. അപ്പം പോന്ന പോക്കില്ല എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മളെ പറമ്പിൽ വലിയൊരു കിണർ ഒഴിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ്. എന്താ അപ്പോൾ 1-2 ആൾ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഉള്ളവരും മഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാവരും ആകെ മഞ്ഞക്കിളിയെല്ലാം ആയിട്ടാണ് ഫോട്ടോ എടുത്ത്. വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്ന. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇതാ എല്ലാവരും മഞ്ഞ ചുരിദാറിലിട്ടിട്ടുള്ള. അപ്പോൾ